എൻ്റെ പേര് ഫാത്തിമ. ഞാൻ വരുന്നത് കായംകുളത്ത് നിന്നിട്ടാണ്. എനിക്ക് ഈ സ്കോളിയോസിസ് കണ്ടെത്തിയത് എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അന്ന് ഇതിന് അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. പിന്നെ നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമ്മൾ പോയിട്ടുണ്ടായി. ഇവിടെ ഒരു ഡോക്ടറിനെ കണ്ടു. ബെൽറ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ബെൽറ്റ് ഇട്ടിട്ടും എനിക്ക് അത്ര വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ 9ാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്കും പിന്നെ ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് പിന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കിടന്നിട്ട് എണീക്കുമ്പോൾ ശ്വാസത്തിന് നല്ല തടസ്സമുണ്ടായിരുന്നു. ഒരുപാട് ടൈം നിൽക്കുന്ന ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സമയം ടേബിളിൽ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് അജയ് ഡോക്ടറിനെയും സുധീഷ് ഡോക്ടറിനെയും കാണുന്നത്. പിന്നെ അവർ പറഞ്ഞു സർജറി അല്ലാണ്ട് എനിക്കൊരു 45 എബോവ് രീതിയിൽ സ്പൈനിൽ കർവേച്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സർജറി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സർജറിയിൽ ഓക്കെ ചെയ്തു. ഇപ്പം സർജറി ചെയ്തിട്ട് 1 മാസമായി. സർജറി ചെയ്തിട്ട് 1 മാസം നേരത്തേക്കാട്ടിലും ശ്വാസമൊക്കെ നോർമലായി, പഴയ പോലെ വരുന്നുണ്ട്. 3 മാസത്തേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയൊക്കെ നോർമലായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ ഹോസ്പിറ്റൽ സർവീസൊക്കെ നല്ലതായിരുന്നു. ഡോക്ടേഴ്സൊക്കെ നല്ല കാര്യമായിട്ട് പറഞ്ഞു തന്നു. നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര നോർമലായിട്ട്, അത്രയും പേടിപ്പിക്കാണ്ട് നമ്മളൊരു നോർമലായിട്ട് രീതിയിൽ ചെയ്തു. അതുകൊണ്ട് ഡോക്ടറിൻ്റെയും കൂടി ഒരു സഹകരണം കൊണ്ടിട്ടാണ് നമ്മൾ സർജറിക്ക് ഓക്കെ ആയത്. സർജറിക്ക് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നടുവിന് വേദന വരും. എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല. കാരണം നമ്മുടെ പോസ്ചർ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും പോലെ അല്ലല്ലോ നമ്മുടെ ഇങ്ങനെ ഒരു സ്കോളിയോസിസ് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പം പുറത്തോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കഴിവതും പുറത്തു പോകാതിരിക്കാൻ നോക്കുമായിരുന്നു. പിന്നെ ഭയങ്കര ലൂസുള്ള ഡ്രസ്സായിരുന്നു ഇടുന്നത്. അപ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കണ്ടിട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്കതിട്ടാൽ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നമ്മളതങ്ങ് റിജക്റ്റ് ചെയ്യും. തീരെ ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ നോർമലായിട്ട് ഡ്രസ്സ് ചെയ്യാം, ബാക്കിയുള്ളവർക്കൊക്കെ നോർമലായിട്ട് നടക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഒരു തോള് പൊങ്ങിയിട്ടും ഒരു തോള് താന്നിട്ടും പിന്നെ നല്ലതായിട്ട് വളവുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനേക്കാളും എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ശ്വാസം കിട്ടില്ലായിരുന്നു. അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്കിപ്പോൾ എല്ലാ ഡ്രസ്സ് ഇടാം, നോർമലായി. എനിക്ക് ശ്വാസ തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ സർജറി ചെയ്യേണ്ട 1 മാസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ 1 മാസത്തിൻ്റെ രീതിയിൽ നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞു നോർമൽ ആവാൻ 6 മാസം കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും എന്ന് പറഞ്ഞു. We had this patient Fatima who came to us as a referred case from a local orthopedician from Kayamkulam. She had a spine of more than 45-degree Cobb's angle, and she had a hump-like thing on her back which was making her having more pain while lying down, and had some sort of breathing difficulty also. And her other than back pain, her main problem was the psychological problem where she was not able to wear the dress of her choice, and she was mainly confined to her house because of this. And we had done surgery for this lady, and we could discharge her by 7 days or so. And now she had come back for follow-up 1 month after surgery, and also 3rd month after she came back. And even though we said not to do much of bending, when she came, she said that she is praying. She is a Muslim girl, and she said that she has started praying and started bending also. So that was good news. So we had to check her X-ray. That looked perfectly okay. And now it's almost 6 months down the line. She is doing very well. So I wish her all the best. നമ്മുടെ ന്യൂറോസ്പൈൻ ഡിവിഷനിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകളെ വളരെ സിമ്പിളായിട്ടും വളരെ സേഫായിട്ടും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതീവ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പൈനൽ കേസസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സർജറി തീർക്കുകയും വളരെ കുറച്ച് ദിവസം മാത്രം ആശുപത്രിയിൽ സ്റ്റേ ചെയ്യേണ്ടി വരികയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസസിൻ്റെ പ്രധാന പ്രയോജനം.